ഹിന്ദുസ്ഥാനി സംഗീതത്തെയും മെഹഫിലുകളെയും ഖവാലികളെയും സ്നേഹിച്ച നാട്ടിൽ നിന്ന് ബാബുരാജിൻ്റെ നാട്ടിൽ നിന്ന് ഒരു സംഗീത സംവിധായകൻ കൂടി ജനിക്കുന്നു. വിമൽ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും വിമൽ തൻ്റെ സാന്നിധ്യം അറിയിക്കുകയാണ്. വിമൽ മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. വിമൽ ഒരു സംഗീത സംവിധായകനാകാൻ വേണ്ടി തീരുമാനിച്ച ഒരു നിമിഷമുണ്ടല്ലോ, അതേതായിരുന്നു? ചെറുപ്പം മുതലേ സംഗീതത്തിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ആദ്യമൊക്കെ ഞാൻ ഈ പിയാനോസിലൊക്കെ ചെറിയ ചെറിയ പീസുകളൊക്കെ വായിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 13 വയസ്സ് അങ്ങനെയൊക്കെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്തായിരുന്നു ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ചിന്ത, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടൊരു പീസ് കമ്പോസ് ചെയ്യുന്നത് ആ ഒരു സമയത്തായിരുന്നു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ചെറുപ്പം മുതലേ സംഗീതത്തിലേക്ക് വരുന്നു. അപ്പോൾ ഏത് വയസ്സ് മുതലാണ് ഈ പിയാനോയും തബലയൊക്കെ വായിച്ചു തുടങ്ങിയത്? എനിക്കൊരു 5 വയസ്സുള്ള സമയത്താണ് ആദ്യമായിട്ട് തബല പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 വർഷം തബല പഠിച്ചു. പിന്നെ ഞാൻ പിയാനോ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വീട്ടിലൊരുപാട് കാസറ്റ് കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ ചെറുപ്പം മുതലേ എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്, അതിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പാട്ടുകൾ കേൾക്കുമായിരുന്നു. പിന്നെ ഈ CD വരുന്ന സമയത്ത് തന്നെ ആദ്യമായി നമുക്കിവിടെ അവൈലബിൾ ആയിക്കൊണ്ടിരുന്നത്, ഫസ്റ്റ് CD വരുന്ന സമയത്ത് അവൈലബിൾ ആയിരുന്നത് ഈ ദാസേട്ടൻ്റെയൊക്കെ പഴയ പാട്ടുകളുടെ കളക്ഷൻ. അപ്പോൾ അതിലൊക്കെ അധികം ബാബുക്കയുടെ പാട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അത് ഒരുപാട് ഇൻസ്പയർഡ് ഉണ്ട് എന്നുള്ള 100%. മാപ്പിളപ്പാട്ടുകൾ, പ്രത്യേകിച്ച് കോഴിക്കോട് എന്ന് പറയുമ്പോൾ മാപ്പിളപ്പാട്ടുകൾ. അതെ, മാപ്പിളപ്പാട്ടുകൾ ഒരുപാട് എന്താ പറയുക, നമ്മളെ അതിൻ്റെ ഒരു സ്റ്റൈല് മാപ്പിളപ്പാട്ടുകളുടെ ഉപരി ഇപ്പം ഒരു പക്ഷേ ഇപ്പം ബാബുക്കയുടെ പാട്ടുകളൊക്കെയാണ് കൂടുതൽ ഒരു ഹിന്ദുസ്ഥാനി സ്റ്റൈലുകൾ, അല്ലെങ്കിൽ അതിൻ്റെ കുറേ ഇൻഫ്ലുവൻസ് ഉള്ള പാട്ടുകളായിരുന്നു പുള്ളിയുടെ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ. അപ്പം ആ ഒരു സ്റ്റൈലായിരുന്നു കൂടുതലും നമ്മളെ അട്രാക്ട് ചെയ്തുകൊണ്ട്. സിനിമയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? നമുക്കൊരു ബാക്കപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ അങ്ങനെ ആരുമില്ല. അപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് നമ്മളിപ്പം ആരെങ്കിലും ഒരാളെ കൂടെ പോയി നീ നിന്നിട്ട് കുറച്ചു കാലം നിൽക്ക്, അങ്ങനെ ഒരു ഇതാവ് എന്നൊക്കെയാണ്. അപ്പോൾ എൻ്റെ അത്ര എളുപ്പമായിരുന്നില്ല അല്ലേ? ഒരിക്കലും അല്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നിട്ടാണ് ഞാൻ എന്താ പറയുക, പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ഇപ്പോൾ UK എനിക്ക് എൻ്റെ മ്യൂസിക്കിലുള്ള മാസ്റ്റേഴ്സിനുള്ള ട്രൈ ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് ഇപ്പം ആദ്യത്തെ ഒരു സ്റ്റേജിലൊന്നും നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് ഒരിക്കലും ആരും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ഇപ്പം നമ്മൾ അതിൽ നിന്നിട്ട് ഏൺ ചെയ്ത് തുടങ്ങിയെന്ന് അറിയുന്ന ഒരു സ്റ്റേജിൽ മാത്രമേ അവരും ഇപ്പോൾ എന്നോടിപ്പോൾ ലാസ്റ്റ് ഒരു മാസം മുന്നേ അല്ലെങ്കിൽ ഒരു 2 മാസം മുന്നേ വീട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ എന്താ പരിപാടി എന്നുള്ളതാണ്. അവർക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ആദ്യ സിനിമ പാട്ട് ചെയ്തത് ബ്രേക്കിംഗ് ന്യൂസ് അവറിലാണ്. ബ്രേക്കിംഗ് ന്യൂസിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഡ്രാക്കുളയിൽ സോങ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പം കുന്താപുരയിൽ ഫുൾ സോങ്സ് ഉണ്ട്. വളരെ നല്ലൊരു ചാലഞ്ചായിരുന്നു. കാരണം ഞാൻ അതുവരെ കുറേ കാലമായി ഫുള്ളി ഇലക്ട്രോണിക് മ്യൂസിക്സുകളും കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജിൽ ഇങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആയി. അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് ഫുൾ ആ സബ്ജക്റ്റ്, കാരണം 1920s നടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ആദ്യമേ തീരുമാനിച്ചു നമ്മൾ മൊത്തം ലൈവ് ഇൻസ്ട്രുമെൻറ്റ്സ് എടുക്കുള്ളൂ, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നില്ല. കുന്താപുരയിൽ 5 പാട്ടുകൾ ചെയ്തല്ലേ? എത്ര സമയം എടുത്തിട്ട് ആണ് ചെയ്തിരിക്കുന്നത്? അപ്പം ആദ്യം മ്യൂസിക് ചെയ്തിട്ട് വരികൾ ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ വരികൾ എങ്ങനെയാണത്? അതിൽ ഫോർ എക്സാമ്പിൾ അതിൽ ഒരു സോങ് ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്. അത് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ വന്നതുകൊണ്ടാണ്. കാരണം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പുള്ളി കൺമണിയേ നിൻ കണ്ണുകൾ അതിലെന്തൊരു സന്തോഷം അത് കണ്ടു കൊതിച്ചെന്നുള്ളിൽ നിന്നൊരു തിരിനാളം. എഴുതിയ പാട്ട് മറ്റു പാട്ടുകളൊക്കെ മറ്റു പാട്ടുകൾ എഴുതിയിരിക്കുന്നത് ജോർജി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളി ഒമാനിലാണ്. ഞാൻ ഈ പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്തതിന് ശേഷം ഡയറക്ടർ അവർ ഷൂട്ടിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട്
നാട്ടിലോട്ട് വന്നു. ഞാൻ ആ സമയം UK ലാണുള്ളത്. എഴുതിക്കൊണ്ടിരിക്കുന്ന പുള്ളി ഒമാനിലാണുള്ളത്. അങ്ങനെ ഞങ്ങൾ 3 സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പുള്ളി സ്കൈപ്പ് വഴിയും ഫോണൊക്കെ വഴിയാണ് ഇതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അന്നൊരു നാൾ ഞാൻ കണ്ടു നിന്റെ മിഴികൾ തന്നാണം, ഇന്നേഴകുള്ളൊരു മഴവില്ലായത് മനസ്സിൽ വിടരുന്നു. നീലാവിന്റെ ചാരെ നിശാഗന്ധി പോലെ നിനക്കായി പാടാം സഖി. പുതിയ കുറേ ആളുകളുടെ കൂടെ സംഗീത സംവിധാനം, അവരെ പുതിയ ഗായകർക്ക് അവസരം കൊടുത്തു. പിന്നെ ഹരിഹരനെ പോലെയുള്ള, സുനീത് ചൗഹാനെ പോലെയുള്ള വളരെ ടാലൻറ്റഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയും വർക്ക് ചെയ്തു. എങ്ങനെയായിരുന്നു അവരുടെ കൂടെയുള്ളൊരു ജോലി, ഒരു പുതുമുഖക്കാരൻ എന്ന നിലയിൽ? ഇപ്പം സുനീത് ചൗഹാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ, നമുക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തന്നെ പുറത്തുനിന്നുള്ള ഒരു മ്യൂസീഷ്യൻ എന്നുള്ള ലെവലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്റ്റേജ് അതാണ്. കാരണം നമ്മൾ അവിടെ പോയിട്ടൊക്കെ വന്ന് പഠിച്ചു വരുന്ന സമയത്ത് ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് ലെവൽ വേറെയാണ്. സോ അവർക്ക് അതൊരു വലിയൊരു ഇതായിരുന്നു. കാരണം അവർ നമ്മളൊരുപാട് രീതിയിൽ സപ്പോർട്ട് ചെയ്ത്, അവർ ആ വർക്ക് ഭയങ്കര എൻജോയ് ചെയ്ത്. കാരണം പുള്ളിക്കാരി, ഞങ്ങൾ അന്നത്തെ റെക്കോർഡിംഗ് സെഷന് ശേഷം പുള്ളിക്കാരൻ്റെ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്ത് ഇറ്റ് വാസ് ഗ്രേറ്റ് വർക്കിംഗ് വിത്ത് വിമൽ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതെന്ന് വെച്ചാൽ ഒരു 2-3 ലക്ഷം ആൾക്കാരുടെ അടുത്തേക്ക് ഒറ്റയടിക്ക് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് കുറേ ആൾക്കാരുടെ അടുത്ത് നിന്ന്, അവരുടെ കുറേ ഫാൻസിൻ്റെ അടുത്ത് കുറേ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ഹരിജി, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പുള്ളി ഫസ്റ്റ് ഞാൻ സോങ് അയച്ചു കൊടുത്തിരുന്നു. പുള്ളി വളരെ സെലക്റ്റീവായിട്ടേ പാടാറുള്ളൂ. അപ്പം സോങ് അയച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ മാനേജർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഈസ് ഓക്കെ എന്ന് പറഞ്ഞു. പുതിയ ആളുകൾ വിമലിനെ പോലെ വളരെ പാഷനേറ്റ് ആയിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. അവർക്കും സിനിമയിലേക്കൊക്കെ വരാൻ ആഗ്രഹമുള്ള, സംഗീതം പഠിച്ചവരുണ്ട്. അപ്പം അവരോട് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ വരണം, എന്താണ് വഴി? ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്ടേഴ്സിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അവർക്ക് കുറേ പരിമിതികളുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ പണ്ട് 3 കൊല്ലം കൊണ്ട് ഇറങ്ങുന്ന സിനിമ ഇന്ന് 6 മാസം കൊണ്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അത്ര തന്നെ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പം, ലൈം ലൈറ്റിൽ കാണുമ്പോൾ എല്ലാവരും നല്ലതിലാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ എത്താൻ വേണ്ടി പല കാര്യം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, പല ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ തയ്യാറാണെങ്കിൽ 100% അവർക്ക് എത്താം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വിമലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പം ബാബുരാജനെ പോലെയുള്ള ഒരു വലിയൊരു സംഗീത പ്രതിഭയുടെ നാട്ടിൽ നിന്നാണല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഊർജ്ജം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച്.